ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ലൈഫ് ഓഫ് നജേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇന്ന് നമ്മൾ മിനി ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ എഡിറ്റ് ചെയ്യാം, അത് മാത്രമല്ല നമ്മൾ A4 ഷീറ്റിൽ എത്ര മിനി ഫ്രെയിം സെറ്റ് ചെയ്യാമെന്നും കൂടി ഞാനിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ക്രാഫ്റ്റ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണ്, നിങ്ങൾ ക്രാഫ്റ്റിനെ പറ്റി ഐഡിയ ഇല്ല, എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കും എൻ്റെ വീഡിയോസ് വളരെ ഉപകാരപ്പെടുന്നതാണ്. മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോസ് സെറ്റ് ഇനിയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആപ്പ് ക്യാൻവ ആപ്പാണ്. ഹാസ് എ ക്രാഫ്റ്റ് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് അല്ലേ ക്യാൻവ. ക്യാൻവ ഇല്ലാത്തൊരു വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ക്യാൻവ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു പ്ലസ് ഐക്കൺ കാണാം. നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം സൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ വിഡ്ത്ത് 4, ഹൈറ്റ് 4, അതുപോലെ യൂണിറ്റ്സ് എന്നുള്ളത് PXലാവും കൊടുക്കുക. അത് മാറ്റിയിട്ട് ഇഞ്ചസ് ആക്കി കൊടുക്കുക. അപ്പം നമുക്ക് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ഡിസൈൻ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വൈറ്റ് സ്ക്വയർ നമുക്ക് കിട്ടും. ബോത്ത് സൈഡ്സും 4 ഇഞ്ചസ് ഉള്ള ഒരു സ്ക്വയറാണ് നമുക്ക് കിട്ടുക അതിൽ. എന്നിട്ട് നമ്മൾ എലമെൻറ്റ്സിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക. സ്ക്വയർ ഫോട്ടോ ഫ്രെയിമിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ സ്ക്വയർ ടൈപ്പ് ഫോട്ടോ ഫ്രെയിമുകൾ കിട്ടും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം നമ്മൾ എടുക്കുക. അപ്പോൾ ഞാൻ CO എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാറ്റഗറീസ് കാണും, കുറേ ടൈപ്പ് ഓഫ് ഫ്രെയിംസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഞാൻ സെക്കൻഡ് ഫ്രെയിമാണ് എടുത്തത്. ഇങ്ങനെ ഞാൻ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മിനി ഫ്രെയിം നല്ല ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൽ പിക്ക് വെച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ അപ്ലോഡ്സിൽ പോയിട്ട് മുമ്പ് ചെയ്ത പിക്കിന്ന് ഒരു പിക്ക് എടുത്ത് സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിക്ക് വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പിക്ക് സെലക്ട് ചെയ്യുകയാണ്. കുറേ പിക്ക് ഉണ്ട്, അതിൽ ഞാൻ ഒരു പിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പിക്കാണോ വേണ്ടത് അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ നമുക്ക് വേണ്ട സൈസൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിലിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ പിക്ക് അയച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബോത്ത് സൈസ് നമ്മളൊന്നിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ക്വയറിലേക്ക് ഉള്ള ഒരു ഫ്രെയിം നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും നല്ല ക്ലാരിറ്റിയിലായിരിക്കും കിട്ടുക. അത് മാത്രമല്ല നിങ്ങൾ പ്രിൻ്റ് ഷോപ്പിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഡോക്യുമെൻ്റായിട്ട് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് മിനി ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ടിപ്പ്. നിങ്ങളിപ്പോൾ PDF ആയിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത ഇത് കിട്ടും. പക്ഷേ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുക ഡോക്യുമെൻ്റായി അയക്കാനാണ്. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്കിനി A4 എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ക്യാൻവ ആപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻവ ആപ്പിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു സെർച്ച് ബാർ വരും. സെർച്ച് ബാറിൽ നമ്മൾ A4 ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് അവിടെ ഓപ്പണായി വരും. പക്ഷെ നമുക്ക് വേണ്ടത് A4 പോർട്രേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ A4 പോർട്രേറ്റ് സെലക്ട് ചെയ്യാം. A4 ഡോക്യുമെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം A4 പോർട്രേറ്റ് എന്ന്. അപ്പോൾ A4 പോർട്രേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വൈറ്റ് A4 ഷീറ്റ് ആയിരിക്കും നമുക്കവിടെ കിട്ടുക. അതിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഫ്രെയിം നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരണം. അതിനായിട്ട് ക്യാമറ റോൾ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഈ ഫ്രെയിം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആഡ് ടു പേജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ പേജിലോട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ A4 ഷീറ്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ A4 എത്ര മിനി ഫ്രെയിം ചെയ്യാൻ പറ്റും എന്നുള്ള ഡൗട്ട് ഞാൻ ഇതിൽ ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് A4 6 മിനി ഫ്രെയിമാണ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ A3 ആണെങ്കിൽ 6ൻ്റെ ഡബിൾ, അതായത് 6 + 6, അപ്പോൾ 12 എണ്ണം നമുക്ക് A3 ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്രാഫ്റ്റ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.
സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണോ, യൂസ്ഫുൾ അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഏതൊരു വീഡിയോ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.